പ്രകൃതി രമണീയത വാരി തുളുമ്പുന്ന ഒരു സായാഹ്നത്തിലേക്ക് നിങ്ങളെയും കൈപിടിച്ച് ഞാൻ കൊണ്ടുപോവാണ്. എന്തിനാന്നറിയോ? നമ്മുടെ വീടിന്റെ ചുറ്റുമുള്ള പുല്ല് വെട്ടാൻ വേണ്ടിയിട്ട്. വാ നിങ്ങളും കൂടിക്കോ എന്ന് വിചാരിച്ചു. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഈ കാടും വീടും പൂക്കളും പുഴുക്കളും പുഴകളും എല്ലാം. പക്ഷെ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനാണ് പാട്. അങ്ങനെ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിതാ ഈ കാണുന്ന പുല്ലുവെട്ടി മേടിച്ചിട്ടുള്ളത്. ഇത് അത്ര സ്പീഡിലൊന്നും കറങ്ങില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ ആവശ്യം കുറച്ചധികം നേരം നിന്നാൽ നടക്കുമെന്ന് മാത്രം. അങ്ങനെ പുല്ലൊക്കെ വെട്ടി എൻ്റെ പൂച്ചക്കുട്ടന്മാരും മുയലന്മാരും പ്രാവുകളും ഒക്കെ പുല്ല് തിന്നു പറയില്ലേ, ആ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഞാൻ ഇവരെയൊക്കെ വെട്ടി കളഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയിലൊക്കെ നിൽക്കും. പിന്നെ വളർന്നു വരുമ്പോൾ കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. കുറച്ച് പുല്ല് ഞാൻ ഇന്ന് വെട്ടിയുള്ളൂ. പയ്യെ തിന്നാ പനിയം തിന്നാന്നല്ല പറയാ. എല്ലാം കൂടി ഒരുമിച്ച് തിന്നണ്ടാന്ന് വിചാരിച്ചു. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. കായിക കലാപരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പ്. അപ്പോഴാണ് നമ്മുടെ ഭാഗ്യൻ ഒരു 3 കൂണും കൊണ്ട് വന്നിരിക്കണു. മോനെ ഇത് നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടിയതാ, ഇതൊന്ന് കറി വെച്ച് തരുമെന്ന്. ഈ 3 കൂണ് കൊണ്ട് ഞാൻ എന്ത് കാണിക്കാനാ? ഭാഗ്യത്തിന് ഫ്രിഡ്ജ് തുറന്നപ്പോൾ ഒരു പാക്കറ്റ് വേറെ എക്സ്ട്രാ കൂണുണ്ടായിരുന്നു കേട്ടോ. 4 കൂണ് നാശമായിപ്പോയി. വലിയ കൂണ് തന്നെ. കാലത്ത് പറിക്കുകയാണെങ്കിൽ സൂപ്പറാണ്. കൂണിനോടൊക്കെ ഇത്രയും വലിയ വികാരം തോന്നുന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഭാഗ്യന് ഈ നാടൻ വിഭവങ്ങളോട് ഒരു വികാരം തന്നെയാണ്. അങ്ങനെ ഞാൻ ആ കൂണൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കൂണ് ഫ്രൈ ആണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇതിൽ മസാലകൾ നമ്മുടെ ഇഷ്ടാനുസരണം ഏത് വേണമെങ്കിലും ചേർക്കാം. മുളക് പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല. ഞാൻ കുറച്ച് ബേക്കേഴ്സിന്റെ മന്തി മസാലയും അതുപോലെ തന്നെ മഞ്ചൂരിയൻ മസാലയും എക്സ്ട്രാ ചേർക്കും കേട്ടോ. നല്ലൊരു ഫ്ലേവറാണ്. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. എന്നിട്ട് ഇതാ അതിനെ കുറച്ച് നെയ്യ് ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വറുത്തെടുത്തപ്പോൾ ഈ കാണുന്ന രീതിയിലായിട്ടുണ്ട്. കുറച്ച് ചിക്കൻ വറുത്തതും അതോടൊപ്പം തന്നെ കുറച്ച് കൂണ് വറുത്തതും പിന്നെ കുറച്ച് തൈരും കൂടി ആയിട്ടുണ്ടെങ്കിൽ ബാക്കിന്റെ കാര്യം കുശാലാണ് കേട്ടോ. കൂൺ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തപ്പോഴേ അത് റാപ്പാക്കി കഴിക്കാനുള്ള വല്ലാത്ത ആഗ്രഹം. അങ്ങനെ നമ്മൾ മുട്ട എടുത്തു, അതിൽ കുറച്ച് കുരുമുളക് ഉപ്പിട്ടിട്ട് അതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് കാലത്ത് നമ്മൾ ശ്രീകുട്ടന് വീട്ടിൽ നിന്ന് ചോറ് കഴിച്ചിട്ടാണ് പോവുക. അവന് ചിക്കനും മീനും അതുപോലെയുള്ള മുട്ട പോലും സ്കൂളിലേക്ക് അലൗഡ് അല്ല. അപ്പോൾ നമ്മൾ വയറ് നിറച്ച് ചോറ് കൊടുത്തിട്ട് വിടും. അതിന്റെ ഭാഗമായിട്ട് ബാക്കി വന്നതാണ് കേട്ടോ ആ ചിക്കൻ വറുത്തത്. അപ്പോൾ 3ഉം കൂടെ നമ്മളിത് ആ ഒരു സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും നമ്മുടെ മക്കളുടെ വയറ് നിറയാൻ പാകത്തിനും ഈ ജിമ്മിന് പോകുന്ന ചേട്ടന്മാരുടെ മസിലൊക്കെ ഇങ്ങനെ പെരുപ്പിക്കാൻ വേണ്ടിയിട്ടും നല്ല അടിപൊളിയായിട്ട് ഒരു റാപ്പാക്കി എടുത്താലോ ഇതിന്. അങ്ങനെ നമ്മൾ പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുക്കുംബർ, ക്യാരറ്റ്, അതുപോലെ തന്നെ സവാള. പിന്നെ നമ്മൾ കുനുകുന അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ മുട്ട, അതുപോലെ തന്നെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടും. കുറച്ച് ജിഞ്ചർ ഗാർലിക്കിന്റെ ആ ഒരു സോസ് ഉണ്ടല്ലോ, അത് നമുക്ക് ഏത് ഫ്ലേവർ വേണമെങ്കിലും ഇടാം കേട്ടോ. ഇത്രയും സംഭവങ്ങൾ സെറ്റാക്കിയിട്ട് ഇതാന്ന് മിക്സ് ചെയ്തെടുത്തപ്പോഴേ ഒരു സലാഡായിട്ടുണ്ട്. ഇതിങ്ങനെ കഴിക്കാനും ടേസ്റ്റ് ഉണ്ട്. എന്നാലും ഞാൻ അതിനെ ഒന്ന് ചുരുട്ടി കൂട്ടി നമ്മുടെ ചപ്പാത്തിയുടെ ഉള്ളിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കഴിക്കാനും ഗംഭീരമായിരുന്നു മക്കളെ. കാലത്ത് ഒരെണ്ണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉച്ച വരെ പിന്നെ എങ്ങടും നോക്കണ്ട, ഇര വിഴുങ്ങണോ അവൻ അങ്ങോട്ട് അങ്ങനെ കിടന്നോളൂ. ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. സംഭവം സെറ്റാണ്.